Hi, welcome to our channel. So, നമ്മൾ ഇന്ന് ICDS സൂപ്പർവൈസർ എക്സാമിനുള്ള സോഷ്യൽ വർക്ക് സബ് പേപ്പറിലെ 4th മൊഡ്യൂളായ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഗ്രൂപ്പ് ഡൈനാമിക്സ്. സോ ആ മൊഡ്യൂളിലെ തന്നെ ഗ്രൂപ്പ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്ത വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജോയിൻഡ് ടുഗദർ ആൻഡ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഗോൾ ഈസ് ജനറലി കോൾഡ് അക്കോമഡേഷൻ, കോൺഫ്ലിക്റ്റ്, അസിമിലേഷൻ, കോപ്പറേഷൻ. സോ ഇതായിരുന്നു പ്രീവിയസ് ഇയർ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. സോ നമുക്ക് എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് നോക്കാം. നമ്മുടെ സിലബസിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഡയാഡ്സ്, ട്രയാഡ്സ്, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, കോപ്പറേഷൻ ആൻഡ് കൊഹഷൻ, അക്കോമഡേഷൻ. സോ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡയാഡ്സും ട്രയാഡ്സും എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് അതിൽ എത്ര പേര് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സിൻ്റെ അകത്ത് വരുന്നതാണ്. സോ അതിൻ്റെ എല്ലാം ക്ലാസിഫിക്കേഷൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ സോഷ്യൽ പ്രോസസ്സിൽ തന്നെ കോപ്പറേഷൻ ആൻഡ് അക്കോമഡേഷൻ ആൻഡ് അസിമുലേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് നോക്കാം. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻഷ്യൽ ആക്ഷൻ പ്രോസസ്സസ് ആൻഡ് ചേഞ്ചസ് ദാറ്റ് ഒക്കർ വിത്തിൻ ആൻഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഓവർ ടൈം ആൻഡ് ഓൾസോ ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദോസ് പ്രോസസ്സസ്. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഡൈനാമിക്കിൻ്റെ മീനിങ് നമുക്കറിയാം, ചലനാത്മകം ആണെന്ന്. സോ അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, എപ്പോഴും ഒരു ഗ്രൂപ്പ് ഒരേപോലെ നിൽക്കില്ല അല്ലേ, അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും, അല്ലെങ്കിൽ ചലനാത്മകമാകുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇതിലുള്ള ഓരോ വ്യക്തികളുടെ ആക്ഷൻസ്, അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇന്ന് നമ്മൾ ഇൻറ്ററാക്ഷൻ നടത്തുന്നത് ആ പാറ്റേൺ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേണിനെയാണ് നമ്മൾ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമൂഹിക പ്രക്രിയ എന്ന് പറയും. ഈ സാമൂഹിക പ്രക്രിയ ഉള്ളത് കൊണ്ടാണ് എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. ഇത് ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു കേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത്. അതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലേ, അത് ചെയ്യണം, ആ കേക്കിലോട്ട് എത്തണമെങ്കിൽ അതിന് ഒരുപാട് പ്രോസസ്സുണ്ട്. അതുപോലെയാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് സോഷ്യൽ പ്രോസസ്സസ് കഴിഞ്ഞാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റേബിളായിട്ടുള്ളൊരു സൊസൈറ്റി ഫോം ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഘടകമാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ചലനാത്മകം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിക്കൊണ്ട് ഇരിക്കും. അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ദ സോഷ്യൽ പ്രോസസ്സസ് ബൈ വിച്ച് പീപ്പിൾ ഇൻറ്ററാക്ട് ആൻഡ് ബിഹേവ് ഇൻ എ ഗ്രൂപ്പ് എൻവയോൺമെൻറ്റ് ഇസ് കോൾഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. നമുക്കറിയാം, ഒരു ഗ്രൂപ്പിലുള്ള വ്യക്തികൾ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിഹേവിയർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. ഇത് പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കും. ഈ പാറ്റേണിനെയാണ് നമ്മൾ സോഷ്യൽ പ്രോസസ്സ് അല്ലെങ്കിൽ സാമൂഹിക പ്രക്രിയ എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ദ വെൽ നോൺ സോഷ്യൽ സൈക്കോളജിസ്റ്റ് കർട്ട് ലെവിൻ ക്യാൻ ബി കോൾഡ് എ പയനിയർ ഇൻ ഡെവലപ്പിംഗ് ദ ടേം ഗ്രൂപ്പ് ഡൈനാമിക്. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന ടേം കൊണ്ടുവന്നത് കർട്ട് ലെവിൻ ആണ്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു, ഗ്രൂപ്പ് ഡൈനാമിക്സിൽ എത്ര ആൾക്കാർ മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡയാഡ്സും ട്രയാഡ്സും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡയാഡ്സ് എന്ന് പറയുന്നത് ഡൈ എന്ന് കേൾക്കുമ്പോൾ അറിയാം, രണ്ട്. സോ രണ്ട് പേരടങ്ങുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡയാഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 പീപ്പിൾ. ദ സ്മോളസ്റ്റ് പോസിബിൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡയാഡാണ്. അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, 2ൽ കൂടുതൽ ആളുകൾ ചേരുന്നതിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പോസിബിൾ സ്മോളസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡയാഡ്സ് ആണ്. ഇനി ഉദാഹരണം പറഞ്ഞാൽ ഒരു കപ്പിൾ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അടങ്ങുന്ന ഒരു കൂട്ടത്തിന് നമുക്ക് ഡയാഡ്സ് എന്ന് പറയാം. ഇനി അടുത്ത ട്രയാഡ്. ട്രൈ എന്നൊക്കെ പറയാം 3. സോ യൂണിയൻ ഓർ ഗ്രൂപ്പ് ഓഫ് 3, 3 പേരടങ്ങുന്ന കൂട്ടത്തിന് നമുക്ക് ട്രയാഡ് എന്ന് പറയാം. 3 മെമ്പർ സോഷ്യൽ ഗ്രൂപ്പാണ്. ഉദാഹരണം ഒരു കപ്പിളും അവരുടെ കൂടെ ഒരു കുട്ടിയും. സോ അതിന് നമുക്ക് ട്രയാഡ് എന്ന് പറയാം. അല്ലെങ്കിൽ 3 കൂട്ടുകാർ ഒന്നിച്ച് ഒരു റൂംമേറ്റ്സ് ആവുന്നത്. സോ അതൊക്കെ 3 പേരടങ്ങുന്നതിനെല്ലാം നമുക്ക് ട്രയാഡ്സ് എന്ന് പറയാം. ഇനി എന്താണ് സോഷ്യൽ പ്രോസസ്സസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. Social interactions are the basic element of the social relationship and work as a basic form of the social process. സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആണ് എന്താണ്, ഒരു സോഷ്യൽ പ്രോസസ്സ് അല്ലെങ്കിൽ സാമൂഹിക പ്രക്രിയയുടെ ബേസ് എന്ന് പറയുന്നത്, ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആണ്. ഇൻട്രാക്ഷൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബിഹേവിയർ എല്ലാം ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരാക്ഷന് പകരം നമ്മൾ തിരിച്ചു കൊടുക്കുന്ന റെസ്പോൺസും. സോ ഇതെന്ത് ചെയ്യും, കൈമാറി വരും. സോ ഇതിനാണ് നമ്മൾ സോഷ്യൽ പ്രോസസ്സ് അല്ലെങ്കിൽ സാമൂഹിക പ്രക്രിയ എന്ന് പറയുന്നത്.
ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ് social process is the manner in which the relations of the members of a group once brought together acquire a distinctive character. Interaction refers to an action done in response to another action when this interaction repeats itself, hence it is called social process. So interaction എന്ന് പറയുന്നത് ഒരു ആക്ഷന് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന റെസ്പോൺസ്, സോ അതിനെ നമ്മൾ ഇൻട്രാക്ഷൻ എന്ന് പറയാം. സോ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ പ്രോസസ്സുകൾ ഉള്ളത് കൊണ്ടാണ് എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക് ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ പ്രോസസ്സ് എന്ന് അറിയണോ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അറിയണം. സോഷ്യൽ പ്രോസസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്നും ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്നും. സോ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ഇൻ്റഗ്രേറ്റീവ് ഓർ കൺജക്റ്റീവ് സോഷ്യൽ പ്രോസസ്സ്. അതായത് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റീവ്, അതായത് ഒന്നിച്ച് ചേർക്കുന്ന അല്ലെങ്കിൽ കൂട്ടി നിർത്തുന്ന ഘടകങ്ങളെയാണ് നമ്മൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. നമ്മുടെ സമൂഹത്തിനെ ബന്ധിപ്പിച്ച് നിർത്താൻ സഹായിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയകളെയാണ് നമ്മൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ്റഗ്രേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന് അറിയപ്പെടുന്നത് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സാണ്. ഇനി ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ ഇൻ്റഗ്രേഷൻ, നമ്മുടെ യൂണിറ്റി, വ്യക്തികൾ തമ്മിലുള്ള യൂണിറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിനെ ഒന്നിച്ച് നിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങൾ, സോഷ്യൽ പ്രോസസ്സുകളാണ് നമ്മൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് പ്രോസസ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ആർ ഓഫ് പോസിറ്റീവ് ടൈപ്പ് ഓഫ് ഇൻറ്ററാക്ഷൻസ്. ഈ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൻ്റെ അകത്തുള്ള ഇൻറ്ററാക്ഷൻ, വ്യക്തികൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു പോസിറ്റീവ് ടൈപ്പ് ഇൻറ്ററാക്ഷൻസ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് വർക്ക്ഡ് ഫോർ ദ ഇൻറ്റഗ്രേഷൻ ആൻഡ് ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ നന്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഇൻറ്റഗ്രേഷന് ആവശ്യമായിട്ട് ബെനിഫിറ്റായിട്ടുള്ള രീതിയിലുള്ള പ്രോസസ്സുകളായിരിക്കും അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൽ വരുന്നത്. ദിസ് പ്രോസസ് ബ്രിങ് പ്രോഗ്രസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിന് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ പ്രോഗ്രസ്സും നൽകാൻ സഹായിക്കുന്നുണ്ട് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. ഇനി അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പറയുന്നത്. അക്കോമഡേഷൻ, കോർപ്പറേഷൻ, അസിമിലേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ. സോ ഇതെല്ലാം നമ്മുടെ സിലബസിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സാണ് അക്കോമഡേഷൻ, കോർപ്പറേഷൻ, അസിമിലേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ. ഇനി അടുത്ത് എന്താണ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസിൻറ്റഗ്രേറ്റീവ് ഓർ ഡിസ്റ്റൻറ്റീവ് സോഷ്യൽ പ്രോസസ്സ്, ഓപ്പോസിറ്റ് ടു അസോസിയേറ്റീവ് സോഷ്യൽ. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിനെ ഒന്നിച്ച് നിർത്താൻ സഹായിക്കുന്ന പ്രക്രിയകൾ, സോഷ്യൽ പ്രോസസ്സിനെയാണ് നമ്മൾ അസോസിയേറ്റീവ്. അപ്പോൾ ഡിസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ സെയിം അതിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ സമൂഹത്തിനെ ഡിസ്യൂണിറ്റി ഉണ്ടാക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സോഷ്യൽ പ്രോസസ്സുകളാണ് നമ്മൾ ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് വഴി നമ്മുടെ സമൂഹത്തിൽ ടെൻഷൻ, അതുപോലെ ഡിസ്യൂണിറ്റി, അതുപോലെയുള്ള മെമ്പേഴ്സ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ഒരു ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിലൂടെ. This process hinder the growth and development of society. സോ ഈ ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ ഗ്രോത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെല്ലാം തടസ്സം നിൽക്കുന്ന ഘടകങ്ങളാണ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അസോസിയേറ്റീവ് ഡിസോസിയേറ്റീവിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അസോസിയേറ്റീവ് നമ്മൾ നോക്കിയായിരുന്നു കോർപ്പറേഷൻ, അക്കോമഡേഷൻ, അസിമിലേഷൻ, അക്കൾച്ചറേഷൻ. സോ ഇതിൽ ഡിസോസിയേറ്റീവ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, കോൺട്രവെൻഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. അത് രണ്ടും നമുക്ക് സിലബസിലില്ല, ബാക്കിയെല്ലാം ഉണ്ട്. സോ അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിലെ കോപ്പറേഷൻ നോക്കാം. ദ വേർഡ് കോപ്പറേഷൻ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് കോ മീൻസ് ടുഗദർ ആൻഡ് ഓപ്പറേറ്റ് മീൻസ് ടു വർക്ക്. ഈ കോപ്പറേഷൻ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കോ എന്ന് പറഞ്ഞാൽ ടുഗദർ, ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക്. സോ അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ എന്ന് പറയുന്നത് മീൻസ് വർക്കിംഗ് ടുഗദർ, ഒന്നിച്ച് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം എന്ന് പറയുന്നത്. ഹെൻസ് കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് എ കോമൺ ഗോൾ. എന്തെങ്കിലും ഒരു ഗോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടി ഒന്നിച്ച് നിന്നുകൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുന്നതിനെയാണ് നമ്മൾ കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണത്തിലൂടെ നമ്മളത് അച്ചീവ് ചെയ്തെടുക്കുന്നു. സോ അതിനാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഡെഫിനിഷൻ നോക്കാം. മെറിലാൻഡ് എൽഡ്രിച്ച്. Cooperation is a form of social interaction wherein two or more persons work together to gain a common end. Cooperation എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആണ്. സോ അവിടെ എന്താണ്, രണ്ടിലധികം പേര് ഒന്നിച്ച് ചേർന്ന് ഒരു കോമൺ എൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോപ്പറേഷൻ എന്ന് പറയുന്നത്.
It involves individual or group working together for the achievement of their individual or collective goals. ഈ അച്ചീവ്മെൻറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യം നമുക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ല ചിലപ്പം ചെയ്യുന്നത്, ചിലപ്പം നമ്മുടെ മാത്രം ഇൻഡിവിജ്വൽ ആവശ്യമായിരിക്കും അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെ അതിന് സഹായിക്കാൻ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ സഹകരിക്കാൻ വരുന്നു. സോ അങ്ങനെയും എന്ത് ചെയ്യാം, കോപ്പറേഷൻ സാധ്യമാണ്. ജോയിൻഡ് ടുഗദർ ആൻഡ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഗോൾ ഇസ് കോൾഡ് കോപ്പറേഷൻ. സോ ഇതാണ് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ, ഇതായിരുന്നു. ജോയിൻഡ് ടുഗദർ ആൻഡ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഗോൾ എന്ന് പറയുന്നത് കോപ്പറേഷനാണ്, സഹകരണമാണ് ആൻസർ വരുന്നത്. ഇനി ഇതിൻ്റെ കോപ്പറേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇതൊരു കോൺഷ്യസ് പ്രോസസ്സാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അവരുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്ത് അതിന് വേണ്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടി അതിന് ശ്രമിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു കോൺഷ്യസ് പ്രോസസ്സാണ്. ഇനി അസോസിയേറ്റീവ് പ്രോസസ്സാണല്ലേ. സോ നമ്മൾ പറഞ്ഞായിരുന്നു പോസിറ്റീവ് ടൈപ്പ് നമ്മുടെ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള പ്രോസസ്സാണ് അസോസിയേറ്റീവ് പ്രോസസ്സ്. ഇനി അതുപോലെ പേഴ്സണൽ പ്രോസസ്സാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുപോലെ യൂണിവേഴ്സൽ പ്രോസസ്സുമാണ്. ഈ ടൈപ്സ് ഓഫ് കോപ്പറേഷൻ ആണ് പറയുന്നത്. ഡയറക്റ്റ് കോപ്പറേഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് കോപ്പറേഷൻ ഉണ്ട്. ഡയറക്റ്റ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ദോസ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് പീപ്പിൾ ഡു ലൈക്ക് തിങ്സ് ടുഗദർ, പ്ലേ ടുഗദർ, വർഷിപ്പ് ടുഗദർ, ലേബർ ടു. ഡയറക്റ്റ് കോപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് അവരുമായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം അവരുമായിട്ട് സഹകരിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കോപ്പറേഷൻ പറയുന്നത് ഡയറക്റ്റ് കോപ്പറേഷൻ. അതായത് ഒന്നിച്ചിപ്പോൾ കളിക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ അവരുമായിട്ട് കളിക്കുന്നു, വർഷിപ്പ് ചെയ്യുന്നു, ആരാധിക്കുന്നു, ഒന്നിച്ച് നമ്മൾ ജോലി ചെയ്യുന്നു. സോ ഇതൊക്കെ എന്താണ് ഡയറക്റ്റ് കോപ്പറേഷൻ ആയിട്ടാണ് പറയുന്നത്. The essential characteristic is that people do combine the things which they can also do separately or in isolative. They do them together because it brings social satisfaction. സോ നമ്മുടെ മനുഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യർ എന്ന് പറയുന്നത് സോഷ്യൽ ആനിമലാണ്. ഒരിക്കലും നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല മനുഷ്യരെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർക്കിത് സെപ്പറേറ്റ് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് അതൊരു സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിന്ന് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. സോ അതാണ് നമ്മൾ ഡയറക്റ്റ് കോപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഡയറക്റ്റ് കോപ്പറേഷൻ വരുന്നുണ്ട്. ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പീപ്പിൾ ഡു ഡെഫിനറ്റ്ലി അൺലൈക്ക് ടാസ്ക് ടുവേർഡ്സ് എ സിംഗിൾ എൻഡ്. സോ എക്സാമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു ഓഫീസിൽ മെയിനായിട്ട് ഒരു ഗോളെ കാണത്തുള്ളൂ. പക്ഷേ അതിന് എന്ത് ചെയ്യും, ആ വർക്കിനെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഓരോ ഗ്രൂപ്പിലും വ്യത്യസ്തപരമായിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവരെല്ലാവരുടെയും എയിം എന്തായിരിക്കും, ഒന്നായിരിക്കും. സോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ ഓർത്തോളണം, ഇൻഡയറക്റ്റ് കോർപ്പറേഷനാണ്. പ്ലേ ടുഗദർ അല്ലെങ്കിൽ വർഷിപ്പ് ടുഗദർ എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റ് കോർപ്പറേഷനാണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി കോപ്പറേഷൻ. പ്രൈമറി ഗ്രൂപ്പ്സ് എന്താണെന്ന് സെക്കൻഡറി എന്താണെന്നെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രൈമറി കോപ്പറേഷൻ എന്ന് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പ്സിൽ കാണപ്പെടുന്ന കോർപ്പറേഷനെയാണ് പ്രൈമറി കോപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ, ഫാമിലി, നെയ്ബർഹുഡ്, ഫ്രണ്ട്സ്. സോ ഇവരുമായിട്ടുള്ള കോർപ്പറേഷൻ നമ്മൾ പ്രൈമറി കോപ്പറേഷൻ എന്ന് പറയും. ഇതൊരു ഇൻഫോർമൽ കോർപ്പറേഷൻ. നമ്മൾ ഫാമിലി മെമ്പേഴ്സുമായിട്ട് എന്താണ് ഫോർമലായിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, ഇൻഫോർമൽ രീതിയിലായിരിക്കും അല്ലേ സംസാരിക്കുക. സോ അപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ള കോർപ്പറേഷനാണ് പ്രൈമറി കോർപ്പറേഷനിൽ കാണപ്പെടുന്നത്. പക്ഷേ സെക്കൻഡറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ് സെക്കൻഡറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. മെയിൻലി ഇൻ സെക്കൻഡറി സോഷ്യൽ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്ന കോർപ്പറേഷനാണ് സെക്കൻഡറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഹൈലി ഫോർമലൈസ്ഡ് ആയിരിക്കും, സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. സെക്കൻഡറി ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് അത്രയും അടുപ്പമുള്ളവരായിരിക്കുന്നത്, അതായത് ലേബർ യൂണിയൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, സോ അങ്ങനെയൊക്കെ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ക്ലബ്ബ് ആക്ടിവിറ്റി, സോ അതൊക്കെയാണ് നമ്മൾ സെക്കൻഡറി ഗ്രൂപ്പിൽ പറയുന്നത്. സോ അവരുമായിട്ടുള്ള കോപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഫോർമലായിട്ട് നമുക്ക് ഫാമിലി മെമ്പേഴ്സിനോട് ഇടപഴകുന്ന രീതിയിൽ അവരുടെ അടുത്ത് ഇടപഴകാൻ പറ്റില്ല. സോ അതെന്തായിരിക്കും, അപ്പം അങ്ങനെയുള്ള കോപ്പറേഷൻ എന്ന് പറയുന്നത് ഫോർമലൈസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് അക്കോമഡേഷനാണ് നോക്കേണ്ടത്. Accommodation is a social process whereby people try to accept one another, avoiding the sources of conflict to live in peaceful coexistence. Accommodation എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രൂപ്പിൽ, നമുക്കറിയാം ഒരു കൂട്ടത്തിൽ നമ്മൾ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൽ പല പ്രോബ്ലംസ് വരും. പലവർക്കും പല പോയിൻ്റ് ഓഫ് വ്യൂ ആയിരിക്കും. പക്ഷേ അങ്ങനെ പല പോയിൻ്റ് ഓഫ് വ്യൂ വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ കോൺഫ്ലിക്റ്റ് വന്നാലും അത് നമ്മൾ റിസോൾവ് ചെയ്ത് ആ കോൺഫ്ലിക്റ്റ് വരുന്ന കാര്യം, ആ സോഴ്സസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവിടെ
പീസ്ഫുള്ളി നമ്മൾ അവരുമായിട്ട് സഹകരിച്ച് പോകുന്ന സോഷ്യൽ പ്രോസസ്സിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇതൊരു പോസിറ്റീവ് ടൈപ്പ് സോഷ്യൽ പ്രോസസ്സാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. മാക്എവർ ആൻഡ് പേജ്, ദ ടേം അക്കോമഡേഷൻ റെഫേഴ്സ് particularly to the process in which one can at least sense of harmony with his environment. സോ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് ഇടപഴകി ജീവിക്കാൻ സഹായിക്കുന്ന സോഷ്യൽ പ്രോസസ്സാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അക്കോമഡേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ടെമ്പററി വർക്കിംഗ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കോൺഫ്ലിക്റ്റിംഗ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ടെമ്പററി എന്ത് ചെയ്യും, റിസോൾവ് ചെയ്ത് അത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ പോകുന്ന തരത്തിലുള്ളൊരു സോഷ്യൽ പ്രോസസ്സാണ് നമ്മൾ അക്കോമഡേഷൻ, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയാം നമുക്ക് അക്കോമഡേഷന്. സോ അതിനാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്പീക്കിംഗ് ദ ലാംഗ്വേജ് ഓഫ് ഡോമിനൻറ്റ് കൾച്ചർ, ലിവിങ് വൈൽ ഇൻ പബ്ലിക്, മെയിൻറ്റെയിനിങ് ഇൻ കൾച്ചർ ലാംഗ്വേജ് അറ്റ് ഹോം. സോ നമുക്കറിയാം നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ സ്ലാങ് ആയിരിക്കത്തില്ല നമ്മൾ പുറത്തിറങ്ങി അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലെത്തുമ്പോൾ സംസാരിക്കുന്നത്. അവിടെ ആ ഗ്രൂപ്പിൽ എന്താണോ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, ഇപ്പം വീട്ടിൽ നമ്മൾ നോർമൽ സംസാരിക്കുന്നത് മലയാളത്തിലാണെങ്കിൽ പക്ഷെ നമ്മൾ ചെല്ലുന്ന ഗ്രൂപ്പിൽ അവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതൽ ഡോമിനൻ്റ്, അല്ലെങ്കിൽ ഡോമിനൻ്റ് കൾച്ചർ എന്ന് വിചാരിക്കും നമ്മൾ എന്ത് ചെയ്യും, അവർ ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു രീതിയിലോട്ട് നമ്മൾ മാറും. നമ്മൾ ആ ഗ്രൂപ്പുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ ശ്രമിക്കും. സോ അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. അതല്ലെങ്കിൽ ഡ്രസ്സിങ് ട്രഡീഷണലി ഫോർ കൾച്ചറൽ സെലിബ്രേഷൻസ് ബട്ട് ഡിഫറെൻ്റ്ലി ഫോർ നാഷണൽ ഇവൻറ്റ്സ്. സോ അതുപോലെ കൾച്ചറൽ സെലിബ്രേഷൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ വേറെ ഇവൻറ്റുകൾ അല്ലെങ്കിൽ വേറെ നാഷണൽ ഇവൻറ്റ്സുകളിൽ ആ ഇവൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്. സോ അതെന്താണ് നമ്മുടെ ആ ഗ്രൂപ്പ് അക്സെപ്റ്റബിൾ ആയിരുന്നു. സോ ഉദാഹരണം പറഞ്ഞാൽ ഓണം സെലിബ്രേഷൻ നമ്മൾ സ്കൂളുകളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ കോളേജിലാണെങ്കിൽ പോലും അവിടെ എന്താണ് നമുക്ക് സാരി ഉടുക്കാനോ അല്ലെങ്കിൽ ഉടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും അവിടെ അക്സെപ്റ്റ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാകാൻ വേണ്ടി നമ്മൾ അതിനോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോകും. സോ അതിനാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺഷ്യസ് ആക്ടിവിറ്റി ആണ്. അതല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതുപോലെ തന്നെ മിക്സ്ചർ ഓഫ് ലവ് ആൻഡ് ഹെയ്റ്റ് ആണ്. അതായത് നമുക്കൊരു ഗ്രൂപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഇഷ്ടം കൊണ്ട്, നമുക്ക് ആ ഗ്രൂപ്പിൽ നിൽക്കുന്നത് സന്തോഷം കൊണ്ട് ചെയ്യാം. ചിലപ്പോൾ എന്താണ് നമ്മുടെ നിവൃത്തികേട് കൊണ്ട് നമ്മൾ നിൽക്കുന്നതായിരിക്കും, നമുക്ക് അവിടെ നിന്നേ പറ്റത്തുള്ളൂ, പക്ഷേ അത് നമുക്ക് ഇഷ്ടമല്ല ആ കാര്യം ചെയ്യുന്നത്. അങ്ങനെയും എന്ത് ചെയ്യാം, അക്കോമഡേഷൻ നടക്കാം, ആ സോഷ്യൽ പ്രോസസ്സ് നടക്കാം. സോ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ലവ് ആൻഡ് ഹെയ്റ്റ്. റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ സൊസൈറ്റി. നമുക്ക് സമാധാനം അല്ലെങ്കിൽ സെക്യൂരിറ്റി എല്ലാം ഈ ഒരു സോഷ്യൽ പ്രോസസ്സിലൂടെ കിട്ടും. ചെക്സ് കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷൻ, കോൺട്രഡിക്ഷൻസ്, ബ്രിങ്സ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇൻ സൊസൈറ്റി, റിസോൾവ് കോൺഫ്ലിക്റ്റ്. ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും ഈ അക്കോമഡേഷൻ അറിയുന്നവർ എന്ത് ചെയ്യും, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കൊണ്ടുപോകും. സോ ഇതാണ് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അക്കോമഡേഷൻ. ഇനി ടൈപ്സ് ഓർ ഫോംസ് ഓഫ് മെത്തേഡ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് അക്കോമഡേഷൻ ആണ് പറയുന്നത്. ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സൈക്കോളജിക്കൽ ബേസിസിലല്ല പറയുന്നത്. സൈക്കോളജിക്കൽ ബേസിസായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സോഷ്യോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അക്കോമഡേഷൻ പറയുന്നത്. അക്കോമഡേഷനും അസിമുലേഷനും സെയിം തിങ് നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്. സോ ഇത് നമ്മൾ സോഷ്യോളജി ബേസിക്സാണ് പഠിക്കുന്നത്. ഇനി ഇതിൽ അക്കോമഡേഷൻ നടത്തുന്ന ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് അല്ലെങ്കിൽ ഈ മെത്തേഡിലൂടെ നമുക്ക് അക്കോമഡേഷൻ പോസിബിൾ ആവും. സോ അതിന് ഫസ്റ്റ് ഉദാഹരണമാണ് കോയഷൻ. കോയഷൻ എന്ന് പറഞ്ഞാൽ മീൻസ് ദ യൂസ് ഓഫ് ഫോഴ്സ് ഓർ ദ ത്രെറ്റ് ഓഫ് ഫോഴ്സ് ടു ടെർമിനേറ്റ് എ കോൺഫ്ലിക്റ്റ്. ഇറ്റ് ഇൻവോൾവ്സ് പാർട്ടീസ് ഓഫ് അൺഈക്വൽ സ്ട്രെങ്ത്. അതായത് കോയഷൻ എന്ന് പറഞ്ഞാൽ ഈ നെയിം തന്നെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കോയഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അതിന് ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ കോയഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഫോഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള അക്കോമഡേഷനാണ് നമ്മൾ കോയഷൻ എന്ന് പറയുന്നത്. കോയഷൻ മീൻസ് ദ യൂസ് ഓഫ് ഫോഴ്സ് ഓർ ത്രെറ്റ് ഓഫ് ഫോഴ്സ് ടു ടെർമിനേറ്റ് എ കോൺഫ്ലിക്റ്റ്. ഇത് കൂടുതലും നടക്കുന്ന എന്താണ്, അൺഈക്വൽ സ്ട്രെങ്ത് ഉള്ള ഗ്രൂപ്പുകളിൽ നടക്കുന്നതാണ്. അതായത് ഒരു പാർട്ടിക്കാർക്ക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ഒരു പാർട്ടിക്കാർക്ക് കുറവായിരിക്കും. സോ അപ്പോൾ സ്ട്രെങ്ത് കുറവുള്ള പാർട്ടിക്കാർ എന്ത് ചെയ്യും, മറ്റൊരു പറയുന്നവരിൽ അവരുടെ ഭീഷണിക്ക് വഴങ്ങി അതിന് സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഫോഴ്സിലൂടെ നമ്മൾ ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നതിനാണ് നമ്മൾ കോയഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത് പീസ് ട്രീറ്റി ഫോളോയിങ് എ വാർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഫോം ഓഫ് അക്കോമഡേഷൻ.
പീസ് ട്രീറ്റി, സമാധാന ഉടമ്പടി. ഒരു യുദ്ധം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നു കഴിയുമ്പോഴത്തേക്ക് ശക്തി കൂടുതലുള്ള രാജ്യം പറയുന്നത് എന്ത് ചെയ്യും? വീക്കർ രാജ്യം അനുസരിച്ചേ പറ്റത്തുള്ളൂ. സോ അപ്പോൾ അതൊരു ഫോഴ്സിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? അനുസരിപ്പിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ കോയഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് അക്കമഡേഷനാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു അൺഈക്വൽ സ്ട്രെങ്ത് ആണ്, ഒരാൾക്ക് ശക്തി കുറവും ഒരാൾക്കും ഒരു പാർട്ടിക്ക് ശക്തി കൂടുതൽ. പക്ഷേ ഇവിടെ കോംപ്രമൈസിലെന്ന് പറയുന്നത് ഈക്വൽ സ്ട്രെങ്ത് ആണ്, രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഒരേപോലത്തെ സ്ട്രെങ്ത് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിമാൻഡ് വയ്ക്കും. എന്തെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്തു തന്നാൽ ഞങ്ങളത് പ്രോബ്ലം സോൾവ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഉടമ്പടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെഷൻസോ കൊടുത്ത് അങ്ങനെ എഗ്രി ചെയ്യുന്നതിനെയാണ് നമ്മൾ കോംപ്രമൈസ് എന്ന് പറയുന്നത്. They attain accommodation by agreeing into a compromise. In compromise, each party to the dispute makes some concessions and yield to some demands to other. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഡിമാൻഡ് വെച്ചിട്ടായിരിക്കും ആ പ്രോബ്ലം പരിഹരിക്കുന്നത്. സോ അതിനാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ടൈപ്പാണ് ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ. സോ ഈ നെയിമും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചോദിക്കാം. അക്കോമഡേഷൻ ഓൾസോ അച്ചീവ്ഡ് ബൈ മീൻസ് ഓഫ് ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ വിച്ച് ഇൻവോൾവ് അറ്റംപ്റ്റ് ഓൺ ദ പാർട്ടി ഓഫ് ദ തേർഡ് പാർട്ടി ടു ബ്രിങ് എബൌട്ട് ആൻ എൻഡ് ഓഫ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ കണ്ടൻഡിങ് പാർട്ടീസ്. ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കാർ കൊണ്ടും അത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം മൂന്നാമതൊരാൾ ഇടപെട്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ എന്ന് പറയുന്നത്. അതായത് തേർഡ് പാർട്ടി, ആ പ്രോബ്ലം നടക്കുന്ന രണ്ടു പേർക്കും അത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം പുറത്ത് നിന്നൊരു തേർഡ് പാർട്ടി വന്ന് ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്ത് കൊടുക്കുന്നു. സോ അതിനെയാണ് നമ്മൾ ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ലേബർ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഫാക്ടറിയിലാണെങ്കിൽ ലേബേഴ്സും അവിടുത്തെ മാനേജ്മെൻറ്റ് തമ്മിൽ തർക്കം വന്നു. സോ അവർ തമ്മിൽ എന്ത് ചെയ്യത്തില്ല, ഒത്തുപോകത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നാമതൊരാൾ വരും, അല്ലേ, ലോയറോ അങ്ങനെ ആരെങ്കിലും വന്ന് ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കും. സോ അതിനെയാണ് നമ്മൾ ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ, തേർഡ് പാർട്ടി വന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനാണ് പറയുന്നത്. സോ എക്സാമ്പിൾ ലേബർ മാനേജ്മെൻറ്റ് കോൺഫ്ലിക്റ്റ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോൺഫ്ലിക്റ്റ്. സോ ഇതെല്ലാം ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത ടോളറേഷനാണ് പറയുന്നത്. ടോളറേഷൻ ഇസ് ദ ഫോം ഓഫ് അക്കോമഡേഷൻ ഇൻ വിച്ച് ദർ ഈസ് നോ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിഫറൻസ് ബട്ട് ദർ ഈസ് ഓൺലി ദ അവോയ്ഡൻസ് ഓഫ് ഒവേർട്ട് കോൺഫ്ലിക്റ്റ്. നമ്മൾ കോംപ്രമൈസിൽ പറഞ്ഞായിരുന്നു ഇവർ ഈക്വൽ സ്ട്രെങ്ത് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ഡിമാൻഡ് വെച്ചിട്ട് അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നില്ല, പക്ഷേ പുറമേ ഉള്ള ആ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ പ്രോബ്ലം എന്താണ്, ബേസിക് പ്രോബ്ലം അവിടെ തന്നെ ഉണ്ട്, പക്ഷേ അതിനെ അവർ മറികടന്ന് പുറമേ ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കൊണ്ടുപോകും. സോ അതിനെയാണ് ടോളറേഷൻ എന്ന് പറയുന്നത്. ദർ ഇസ് നോ കൺസെഷൻ ഈസ് മെയ്ഡ് ബൈ എനി ഓഫ് ദ ഗ്രൂപ്പ് ആൻഡ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ബേസിക് പോളിസി. ഇവർ ഒരു കൺസെഷനും വയ്ക്കത്തില്ല, ഒരു ഡിമാൻഡും ഒന്നും വയ്ക്കത്തില്ല, ആ പ്രോബ്ലം ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നോക്കും. അടുത്തയാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. കൺവേർഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കൺവേർഷൻ ഇൻവോൾവ്സ് കൺവിക്ഷൻ ഓൺ ദ പാർട്ട് ഓഫ് വൺ ഓഫ് ദ കണ്ടൻഡിങ് പാർട്ടീസ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ റോങ് ആൻഡ് ഇറ്റ്സ് ഒപ്പോണൻറ്റ് ഈസ് റൈറ്റ്. അതായത് നമ്മൾ ഓൾറെഡി വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇരുന്ന പാർട്ടി മോശമാണ്, അത് കൊള്ളില്ല, ഞാൻ തെറ്റായൊരു തീരുമാനമാണ് എടുത്തതെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിലോട്ടോ നമ്മൾ മാറുന്നതിനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ള കൺവേർഷൻ എന്ന് പറയുമ്പോൾ മതം കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ജാതി മാറുക, അങ്ങനെയൊക്കെയാണ് കൺവേർഷൻ കേട്ടിട്ടുള്ള. പക്ഷേ മതത്തിൽ മാത്രമല്ല കൺവേർഷൻ നടക്കുന്നത്. എന്താണ്, പൊളിറ്റിക്കൽ പാർട്ടീസിൽ കൺവേർഷൻ നടക്കാം, എക്കണോമിക്കലി കൺവേർഷൻ നടക്കാം. സോ ഇതെല്ലാം കൺവേർഷൻസിന് ഉദാഹരണമാണ്. ദിസ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് റിപ്പീഡിയേഷൻ ഓഫ് വൺസ് ബിലീഫ് ഓർ അലിജൻസ് ആൻഡ് അഡോപ്ഷൻ ഓഫ് അതേഴ്സ്. നമ്മുടെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പാർട്ടിയിൽ അഡോപ്റ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ രീതികൾ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം റിലീജിയൻ, പൊളിറ്റിക്സ്, എക്കണോമിക്സ്. ഇനി അടുത്ത റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറയുന്നത് സൈക്കോളജി പറയുമ്പോഴത്തേക്ക് റാഷണലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ്. സോ
നമ്മൾ സോഷ്യോളജി ബേസിസിലാണ് പറയുന്നത്. അക്കോമഡേഷൻ ത്രൂ റാഷണലൈസേഷൻ ഇൻവോൾവ്സ് പ്ലോസിബിൾ എക്സ്ക്യൂസസ് ഓർ എക്സ്പ്ലനേഷൻ ഫോർ വൺസ് ബിഹേവിയർ ഇൻസ്റ്റെഡ് ഓഫ് അക്നോളജിങ് ദ റിയൽ ഡിഫക്ട്സ് ഇൻ വൺസ് ഓൺ സെൽഫ്. സോ നമ്മളെല്ലാവരും ചെയ്യാനുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ഈ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തെറ്റുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് നമ്മൾ സമ്മതിക്കില്ല. അതിന് നമ്മൾ പുതിയൊരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ വേറൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരും. ഇപ്പോൾ ഉദാഹരണം, ഒരു കുട്ടി പരീക്ഷയ്ക്ക് തോറ്റെന്ന് വിചാരിച്ചോ. സോ നോർമലി നമ്മൾ അയാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും പറയുന്നത്? ക്വസ്റ്റ്യൻ ഭയങ്കര പാടായിരുന്നു, ടീച്ചർ ഇട്ട ക്വസ്റ്റ്യൻസൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. സോ ആക്ച്വലി റീസൺ എന്താണ്? അയാൾ പഠിക്കാത്തത് കൊണ്ടാണ് അത് അയാൾ ജയിക്കാത്തത്. പക്ഷേ അതിന് പകരം അവിടെ എന്ത് പറയും? വേറെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒരു എക്സ്ക്യൂസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി സൂപ്പർ ഓർഡിനേഷൻ ആൻഡ് സബോർഡിനേഷൻ. ദ മോസ്റ്റ് അക്കോമഡേഷൻ ഇസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ദ ഓർഡർ ഓഫ് സൂപ്പർ ഓർഡിനേഷൻ ആൻഡ് സബോർഡിനേഷൻ. സോ ഇത് നമ്മളൊരു സബോർഡിനേറ്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഹൈറാർക്കിയിൽ ഓർഡർ കാണും. ഏറ്റവും ഉയർന്ന ആൾ ആരാണ്, ലോവർ ആരാണെന്നൊക്കെ. സോ ഫാമിലി പറയുകയാണെങ്കിൽ പാരൻസ് ആയിരിക്കും അല്ലേ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നത്. സോ അപ്പോൾ അവർക്കാണ് സൂപ്പർ ഓർഡിനേഷൻ. സബോർഡിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളായിരിക്കും അവിടെ സബോർഡിനേറ്റ് ചെയ്യുന്നത്. സോ അതാണ് ഉദാഹരണം. എക്സാമ്പിൾ, ഇൻ ഫാമിലി ദ റിലേഷൻഷിപ്സ് എമംഗ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ ആർ ബേസ്ഡ് ഓൺ സോ. ഇനി അടുത്ത അസിമിലേഷൻ. അസിമിലേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നമ്മളിതിൽ. ബാക്കി നമ്മൾ അടുത്ത വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു പിസറു, അസിമിലേഷൻ ഇസ് എ സോഷ്യൽ പ്രോസസ് വെയർ ബൈ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് കം ടു ഷെയർ ദ സെയിം സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഗോൾസ്. അസിമിലേഷൻ is the fusion or blending of two previously distinct group into one. അസിമിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ്ലി നമുക്കൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഗ്രൂപ്പിലോട്ട് നമ്മൾ ഫ്യൂസ് ചെയ്ത് ആ ഗ്രൂപ്പുമായിട്ട് മെർജ് ചെയ്ത് ഒന്നിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത്, നമുക്ക് അസിമിലേഷൻ എന്ന് പറയുന്നൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഉദാഹരണം പറയുന്നത്, നമുക്ക് ആദ്യകാലങ്ങളിൽ ഈ ബംഗാളികൾ നമ്മൾ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. അവർ പുറത്തുനിന്ന് വരുന്നു, അവർ ജോലി കൊടുക്കുന്നില്ല, ഇവർ വരുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കും, മോഷണമായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പതിയെ പതിയെ അവരെന്തായി തുടങ്ങി? നമ്മുടെ ഗ്രൂപ്പിലോട്ട്, നമ്മുടെ ഗ്രൂപ്പല്ല അവർ, പക്ഷെ അവർ നമ്മൾ കേരളീയരുമായിട്ട് മിങ്കിൾ ചെയ്ത് ആ ഗ്രൂപ്പിലോട്ട് അവർ വന്നു ചേർന്നു. ഇപ്പം ഒരു ബംഗാളി ഇല്ലാത്ത ഒരു വർക്ക്, പണി സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ അവർ പതുക്കെ എന്തായിട്ടുണ്ട്? നമ്മുടെ ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ പ്രീവിയസ്ലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഒരു ഡോമിനൻറ്റ് ഗ്രൂപ്പിലോട്ട് വന്ന് ചേരുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. Assimilation is a process in which formerly distinct and separate groups come to share a common culture and merge socially. സോ ഇതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അസിമിലേഷനും അക്കോമഡേഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അക്കോമഡേഷൻ മേ ടേക്ക് പ്ലേസ് സഡൻലി ആൻഡ് ഇൻ റാഡിക്കൽ മാനർ. അക്കോമഡേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കാം. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വർക്കേഴ്സ് മാനേജ്മെൻറ്റ് കോൺഫ്ലിക്റ്റ് വന്നാൽ മൂന്നാമതൊരാൾ വന്ന് അത് പെട്ടെന്ന് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്ത് ടെമ്പററി ആയിട്ടെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പക്ഷേ അസിമിലേഷൻ എന്ന് പറയുന്നത് ഒരു സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സാണ്. പക്ഷേ ഇതിന് ഒരുപാട് സമയമെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇമിഗ്രൻറ്റ്സ് ടേക്ക് ടൈം ടു ഗെറ്റ് അസിമിലേറ്റഡ് വിത്ത് ദ മെജോറിറ്റി ഗ്രൂപ്പ്. സോ ഈ ബംഗാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് സമയമെടുത്ത് അല്ലെങ്കിൽ കുറച്ച് പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. It may or may not provide permanent solution to group differences and disputed. It may only provide a temporary solution. അക്കോമഡേഷനിലൂടെ നമുക്ക് പെട്ടെന്ന് വന്നൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാം. ചിലപ്പോൾ അതെന്തായിരിക്കാം? ടെമ്പററി ഒരു സൊല്യൂഷൻ ആയിരിക്കാം. പിന്നീട് വീണ്ടും അവരത് കാണിക്കുമ്പോൾ അവിടെ വീണ്ടും കോൺഫ്ലിക്റ്റ് വരാം. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നോർമലി പ്രൊവൈഡ്സ് എ പെർമനൻറ്റ് സൊല്യൂഷൻ ടു ഇൻ്റർ ഗ്രൂപ്പ് ഡിസ്പ്യൂട്ട് ആൻഡ് ഡിഫറൻസ്. എന്താണ് ഒരു നോർമലി ഒരു പെർമനൻറ്റ് സൊല്യൂഷൻസ് കൊടുക്കുന്ന രീതിയിലുള്ള രീതിയായിരിക്കും അസിമിലേഷനിലുള്ളത്. ഇനി അക്കോമഡേഷൻ, ഇറ്റ് മേ ബി ബോത്ത് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് പ്രോസസ്. ഇൻ മോസ്റ്റ് ഓഫ് ദ ഇൻസ്റ്റൻസ് ഇറ്റ് ടേക്ക് പ്ലേസ് കോൺഷ്യസ്ലി. സോ ഇത് അക്കോമഡേഷൻ എന്ന് പറയുന്നത് കോൺഷ്യസും ആവാം അൺകോൺഷ്യസും ആവാം. കൂടുതലും കോൺഷ്യസ് ആയിട്ടായിരിക്കും ഇത് നടക്കുന്നത്. ഉദാഹരണം നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ, ലേബർ മാനേജ്മെൻറ്റിൽ ഒരാൾ വന്ന് പ്രോബ്ലം സോൾവ് വരുവാണെന്ന് നമുക്കറിയാം. സോ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ പ്രോബ്ലത്തിന് അത് വില്ലിങ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം അസിമിലേഷൻ എന്ന് പറയുമ്പം ഒരു അൺകോൺഷ്യസ് പ്രോസസ്സാണ്. നമ്മൾ പോലും അറിയാതെയാണ് അവർ ആ ഗ്രൂപ്പിലോട്ട് നമ്മുടെ കൾച്ചറും എല്ലാം അവർ അഡോപ്റ്റ് ചെയ്ത് എടുക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. സോ ഇത് മൂന്നുമാണ് നമുക്ക് ഓപ്പറേഷൻ, അക്കോമഡേഷൻ ആൻഡ് അസിമിലേഷൻ. അസിമിലേഷൻ ഇനിയും ഉണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs നോക്കാം.
ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് അക്കോമഡേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന്. ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ലവ് ആൻഡ് ഹെയ്റ്റ്, അതും കറക്റ്റാണ്. ഇറ്റ് ഈസ് എ അസോസിയേറ്റീവ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ ഡിസോസിയേറ്റീവ് പ്രോസസ്സ് അല്ല. സോ ആദ്യത്തെ മൂന്നെണ്ണമാണ് കറക്റ്റായിട്ട് വരുന്നത്. 1, 2 and 3, ഓപ്ഷൻ സി. Second question, dash involves attempt on the part of the third party to bring about an end of the conflict. മൂന്നാമതൊരാൾ വന്ന് ആ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്നതിനെ പറയുന്നത് ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ എന്നാണ്. സോ ആൻസർ എ ആണ്. അടുത്ത, ഇൻ ഡാഷ് ഈച്ച് പാർട്ടി ടു ദ ഡിസ്പ്യൂട്ട് മേക്ക് സം കൺസെഷൻ ആൻഡ് ഈൽഡ് ടു സം ഡിമാൻഡ് ടു അതേഴ്സ്. സോ ഏതിലാണ് എന്തെങ്കിലും കൺസെഷൻ അല്ലെങ്കിൽ ഡിമാൻഡുകൾ വെച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആർബിട്രേഷൻ അല്ല. നമുക്കറിയാം തേർഡ് പാർട്ടിയാണ്. കോഴ്ഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് യൂസ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഇതിൽ വരുന്നത് കോംപ്രമൈസ് ആണ്. ഇനി ഫോർത്ത് വൺ ഈസ് എ പീസ് ട്രീറ്റി ഫോളോയിങ് എ വാർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഫോം ഓഫ് അക്കോമഡേഷൻ. പീസ് ട്രീറ്റി, സമാധാന ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഫോഴ്സ് ഉപയോഗിച്ചല്ലേ, ശക്തി കൂടിയവർ കുറഞ്ഞവരെ സമാധാനത്തിന് ഫോഴ്സ്ഫുള്ളി അവർ അതിൽ ഒപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനെന്താണ് നമ്മൾ പറയുന്നത്? കൊയഷൻ, ഫോഴ്സ്ഫുള്ളി കൊയഷൻ. അപ്പം ആൻസർ വരുന്നത് എ ആണ്. 5, ഡാഷ് മീൻസ് ദ യൂസ് ഓഫ് ഫോഴ്സ് ഓർ ത്രെറ്റ് ഓഫ് ഫോഴ്സ് ടു ടെർമിനേറ്റ് എ കോൺഫ്ലിക്റ്റ്. ടോളറേഷൻ അല്ല, ആർബിട്രേഷൻ അല്ല, കോയഷൻ ആണ്. ആൻസർ സി ആണ് വരുന്നത്. 6th വൺ, ഹു ഈസ് ദ പയനിയർ ഇൻ ഡെവലപ്പിംഗ് ദ ടേം ഗ്രൂപ്പ് ഡൈനാമിക്സ്? അത് കേർഡ്ലെവൻ ആണ്. 7th വൺ, ഡാഷ് ഇസ് എ ഫോം ഓഫ് അക്കോമഡേഷൻ ഇൻ വിച്ച് ദർ ഈസ് നോ സെറ്റിൽമെൻറ്റ് ബട്ട് ഓൺലി ദ അവോയ്ഡൻസ് ഓഫ് ഓവേർട്ട് കോൺഫ്ലിക്റ്റ്. പുറമേ ഉള്ള കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്നതേ ഉള്ളൂ, പക്ഷേ ബേസിക് പ്രോബ്ലം അവിടെ തന്നെയുണ്ട്. സോ അങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്നത് ടോളറേഷൻ. ഓപ്ഷൻ എ ആണ്. 8th question, this process consists of repudiation of one's belief or allegiance and adoption of others. നമ്മൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റു വേറൊരു ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് കൺവേർഷൻ. ടോളറേഷൻ അല്ല, കോംപ്രമൈസ് അല്ല, കൺവേർഷൻ ആണ് ആൻസർ വരുന്നത്. 9th വൺ, ദ വേർഡ് കോപ്പറേഷൻ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ആണ്. 10th, ഡാഷ് കോപ്പറേഷൻ ഫൗണ്ട് ഇൻ ഫാമിലി. ഫാമിലികളിൽ കാണപ്പെടുന്ന കോപ്പറേഷൻ എന്ന് പറയുന്നത് പ്രൈമറി കോപ്പറേഷൻ ആണ്. 11th, dash cooperation is a basic characteristic feature of modern civilized society and highly formalized and specialized. Highly formalized ആണ്, specialized ആണ്. സോ അപ്പോൾ അത് സെക്കൻഡറി കോപ്പറേഷൻ ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ. 12th, dash is a fusion or blending of two previously distinct group into one. പ്രീവിയസ്ലി രണ്ട് വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യുന്നതിനെ പറയുന്നത് അക്കോമഡേഷൻ അല്ല, അസിമിലേഷൻ ആണ്. ഡാഷ് ഇസ് ഓൾസോ കോൾഡ് ഇൻ്റഗ്രേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. ഇൻ്റഗ്രേറ്റീവ് അതായത് സമൂഹത്തിനെ ഒന്നിച്ച് നിർത്താൻ സഹായിക്കുന്നത്. ഡിസോസിയേറ്റീവ് അല്ല, ആർബിട്രറി അല്ല. സോ ആൻസർ വരുന്നത് അസോസിയേറ്റീവ് ആണ്. സോ ഇത്രയേ ഉള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.